കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ, എപ്പോഴും നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടിട്ട് നമ്മൾ അഭിമാനം കൊണ്ടിട്ട് കേരളത്തിൽ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂപ്രകൃതി അതിന് അനുയോജ്യമാണോ, അതിനുവേണ്ടി ഒരുക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതെങ്ങനെ അവിടുത്തെ മനുഷ്യ ജീവിതത്തെ ബാധിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ പ്രകൃതിയെ ദുരന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത കാലഘട്ടത്തിൽ ചർച്ചയായിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ്. ഡാം പൊട്ടുകയും കേരളത്തിലെ കുറെ ജില്ലകൾ വെള്ളത്തിനടിയിലാവും എന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ അധികം ഉന്നയിക്കുകയും സമരം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം എന്റെ ചെറുപ്പ കാലഘട്ടത്തില് ഈ ഒന്നോ രണ്ടോ പേരൊക്കെ ഈ മഴയ സമയത്ത് ഇടിമിന്നലേറ്റ് മരിക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ മലയിലൊക്കെ ഇങ്ങനെ വിറക് പെറുക്കാൻ പോകുന്നവരു അങ്ങനെയുള്ളവരൊക്കെ. എന്നാൽ പൊതുവെ അങ്ങനെ വലിയൊരു ദുരന്തങ്ങളൊന്നും എന്റെ സ്ഥലത്തൊന്നും അധികം ഉണ്ടായിട്ടില്ല ആ ചെറുപ്പ കാലഘട്ടങ്ങളിൽ. പക്ഷെ ഞാനൊരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേന് നമ്മുടെ മഴയുടെ ഒരു നേച്ചറൊക്കെ മാറി. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കേരളത്തില് ഞാൻ ഓർക്കുന്നു ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ സ്കൂളിൽ അവധിയായിരുന്ന ഒരു വർഷമാണ്. കാരണം വെള്ളപ്പൊക്കം, മഴക്കെടുതി കാരണം എപ്പോഴും അവധിയായിരുന്നു. അത് 10ാം ക്ലാസ്സിലാണ് അത് തുടങ്ങിയത്. അന്നേരം വളരെ ശക്തമായ കാറ്റും നിർത്താതെ മഴ പെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ആ ഒരു സമയത്താണ് അത് തുടങ്ങിയത്. അതുവരെ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2000 കാലഘട്ടത്തിലാണ്, 2000 കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു സംഭവങ്ങൾ നടക്കുന്നത്. നമ്മുടെ മഴയുടെ സ്വഭാവം തന്നെ മാറി. എന്നാൽ അത് കുറെ കൂടെ മാറി. പിന്നെ കേരളം എന്ന് പറഞ്ഞ ഒരു നല്ല കാലാവസ്ഥയുള്ള ഒരു സ്ഥലത്തിൽ നിന്നും ചൂട് കൂടുതലാണ്. കേരളത്തിൽ ചൂട് കൂടിയിട്ട് ഉഷ്ണതരംഗം, പലർക്കും പൊള്ളലേൽക്കുകയും ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തില്. അപ്പം പണ്ടുണ്ടായിരുന്ന ഒരു ഗോഡ്സ് ആൻഡ് കൺട്രിയിൽ നിന്ന് ഇത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർക്കുന്നത് ഈ സ്കൂളുകളിൽ പഠിച്ച ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെയൊക്കെ ഉദ്ദേശിച്ചാണ്. കിളികളൊന്നും വരുന്നില്ല, പ്രകൃതിയെ മനുഷ്യൻ നശിപ്പിക്കുന്നത് കാരണം ജീവജാലങ്ങൾ നശിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കീടനാശിനികളൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കേണ്ടി വരുന്നു. അങ്ങനെ പ്രകൃതിയുടെ സ്വാഭാവികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ധാരാളം അവയർനെസ്സുകൾ കേൾക്കുകയും അല്ലെങ്കിൽ ധാരാളം പരിപാടികളും പ്രസംഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ഇടപെടുന്ന അല്ല സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നൊക്കെ പറയുന്ന ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, കവികള്. അപ്പം അങ്ങനെയുള്ള സാംസ്കാരിക നേതാക്കളൊക്കെ ഇങ്ങനെ പ്രകൃതിയെ കുറിച്ചൊക്കെ ഉള്ള പല പരിപാടികൾ നടത്തുകയും പ്രകൃതി സംരക്ഷണം എന്നൊക്കെ പറയും, പരിസ്ഥിതി ദിനമൊക്കെ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ വർഷവും നമ്മുടെ സ്കൂളുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ബിടെക്കിന് പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഞങ്ങളുടെ ക്യാമ്പസ് എന്ന് പറയുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിന് തൊട്ടടുത്തുള്ള ക്യാമ്പസാണ്. നമ്മുടെ ജയിലും കോളേജും ഏതാണ്ട് ഒരേ ക്യാമ്പസ്, ഒരു ചെറിയ മതിൽ മാത്രമേ ഉള്ളൂ. 4 വർഷം പഠനം കഴിഞ്ഞിട്ട് അവസാനം ഒരു എക്സാം ഒരു വൈവയാണ്, റിട്ടേൺ എക്സാം എല്ലാം കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ കോളേജും പൂജപ്പുര സെൻട്രൽ ജയിലും കൂടെ ഒന്നിച്ച് മരങ്ങൾ വെച്ചുപിടിക്കുന്ന ഒരു പരിപാടി നടത്തി. അപ്പം അന്ന് ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെയാണ് പോയി അവിടെ ജയിലിന്റെ ക്യാമ്പസിൽ ഞങ്ങളെല്ലാവരും ജയിൽ അധികൃതരും അവിടെയുള്ള ജയിലിലുള്ള അന്തേവാസികളും ഒക്കെ ചേർന്നിട്ട് തൈകൾ നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്തു. അന്ന് അവിടെ പ്രസംഗിക്കാൻ വന്ന ഗസ്റ്റ് ഗോതകുമാരി ടീച്ചറായിരുന്നു. അവരന്ന് പറയുന്നുണ്ടായിരുന്നു അവര് കുറെ കവിതകളും ഒക്കെ രചിച്ചിട്ടുണ്ട് ഈ പ്രകൃതിയെ മനുഷ്യൻ ദുരുപയോഗപ്പെടുത്തുന്നതിനെതിരായിട്ട്. അപ്പം എപ്പോഴും അവര് പ്രകൃതിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പം നമ്മള് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രകൃതിയെ ദുരുപയോഗം ചെയ്ത് അടുത്ത തലമുറയ്ക്ക് ജീവിക്കണം ഇവിടെ. ഇപ്പൊ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? അടുത്തൊരു തലമുറയ്ക്ക് കേരളത്തിൽ താമസിക്കാൻ പറ്റുമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പറയുന്ന ഒരു കവിത പോലും നമുക്കറിയാം. അപ്പം നമ്മൾ പറയേണ്ടത് പ്രകൃതിയെ നമ്മൾ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നു, വീട് വെക്കുന്നു, വനം നശിപ്പിക്കുന്നു, പാടം നികത്തുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാം പുറത്തു പോയി ജോലി ചെയ്ത് പൈസ അയച്ചിട്ട് നല്ല വീട്ടിൽ കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ വെക്കുന്ന വീട് എവിടെയാണ് വെക്കുന്നത് എന്നുള്ള ഒരു അവബോധം വളരെ കുറവാണ്. നമ്മൾ പരിസ്ഥിതിയെ കുറിച്ചൊന്നും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. മറ്റു രാജ്യങ്ങളിലൊക്കെ അവിടെ ഗവൺമെന്റ് പറയുന്ന സ്ഥലത്ത് മാത്രമേ വീട് വെക്കാൻ പറ്റുള്ളൂ. എല്ലാ സ്ഥലത്തും ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളുണ്ട്, ടൊർണാഡോ ഇങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ എത്രയോ വാർണിംഗ് വന്നു, ഫ്ലഡിനെ കുറിച്ചും ഹരിക്കേനെ കുറിച്ചും ഒക്കെ വാർണിംഗ് ഇങ്ങനെ മൊബൈലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഫ്ലാഷ് ഫ്ലഡ് അതുപോലെയൊക്കെയുള്ള വാർണിങ്ങുകൾ.
അപ്പം എല്ലാ സ്ഥലത്തും ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആയിരിക്കണം. നമ്മൾ വെക്കുന്ന വീടുകള് എങ്ങനെയുള്ള ആ പ്രകൃതിക്ക് ചേരുന്നതാണോ, അതൊക്കെ നോക്കിയിട്ടാണ് അത് വെക്കാൻ പറ്റുന്ന സ്ഥലമാണോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ വീട് വെക്കേണ്ടത്. അപ്പൊ ഏത് സ്ഥലത്തും വളരെ വലിയ മണിമാളിക ബംഗ്ലാവോ ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് മൂന്നാറുകളിലൊക്കെ വീടുകള് നല്ല വീടായിരിക്കും, പക്ഷെ അതിന്റെ റൂഫ് എന്ന് പറയുന്നത് എപ്പോഴും ടിൻ ഷീറ്റോ അങ്ങനത്തെ റൂഫുകളായിരിക്കും, കോൺക്രീറ്റ് റൂഫുകളായിരിക്കില്ല. അതൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് എല്ലായിടത്തും മനുഷ്യൻ കോൺക്രീറ്റ് വീടുകളാണ് വെക്കുന്നത്. പ്രകൃതിക്ക് അനുയോജ്യമായ വീടുകൾ അത് എവിടെ വെക്കണം അതിനനുസരിച്ച് വെക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ അമേരിക്കയിലൊന്നും കോൺക്രീറ്റ് വളരെ കുറച്ചുകൊണ്ടാണ് വീടുകൾ വെക്കുന്നത്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ വസിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത നമ്മൾ തുടങ്ങേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മൾ വേസ്റ്റ് നിർമ്മാർജ്ജനത്തെ കുറിച്ചാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെ അഗാധമായി ചിന്തിക്കുകയും നല്ല നല്ല സിസ്റ്റങ്ങൾ പണിയേണ്ടതുണ്ട്. മനുഷ്യരെ അതായത് ബോധവാന്മാരാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ എപ്പോഴും സേഫ്റ്റിക്കൊന്നും അധികം ആൾക്കാർ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പൊ ഫയർ അലാം എന്ന് പറയുന്ന സാധനം എത്ര വീടുകളിൽ അതുണ്ട്, എത്ര ഫ്ലാറ്റുകളിലുണ്ട് അത്. അതുപോലെ ഫയർ ഡ്രില്ല്, നമ്മൾ കോർപ്പറേറ്റ് ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ മാസവും ഒരു ഫയർ ഡ്രില്ല് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഒരു അലാം മുഴങ്ങും, നമ്മളെല്ലാം ഈ ബിൽഡിംഗ് ഇവാക്യുവേറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടുകളിലുണ്ടോ? നമ്മുടെ വീട്ടിൽ ഫയർ അലാം ഉണ്ടോ? അല്ലെ നമ്മുടെ ഫ്ലാറ്റുകളിൽ അതുണ്ടോ? പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ടോ? അടുത്ത കാലത്ത് നമ്മുടെ കുറെ ജീവനുകളാണ് കുവൈറ്റില് പോയത്. അപ്പൊ നമ്മള് കൂടുതൽ അവെയർ ആവേണ്ടത് നമ്മൾ നിൽക്കുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ ഒരു പാർപ്പിടം, ഇഴജന്തുക്കളിൽ നിന്നും മഴയിൽ നിന്നും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും നിൽക്കുന്ന ഒരു പാർപ്പിടം എന്നുള്ള ഇതിൽ നിന്നും ആ പാർപ്പിടം സേഫ് ആണോ എന്നുള്ള രീതിയിലേക്കൂടെ നമ്മൾ ചിന്തിക്കണം. അത് എവിടെയാണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും നമ്മുടെ എന്റെ സിസ്റ്റം തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. എവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും, അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കുറെ ലാൻഡ് ഓൺ ചെയ്ത് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ജീവിക്കുന്നതിലും ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന മേഖലകൾ എവിടെ, വേണ്ട സൗകര്യങ്ങൾ, വെള്ളമാണെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ, കറണ്ട്, അതൊക്കെ ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ പടർന്നു പന്തലിച്ച് മനുഷ്യൻ ജീവിക്കുകയും എല്ലായിടത്തും ഇങ്ങനെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ജീവൻ അപകടം തന്നെയാണ്. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഡൈനോസേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് ജീവിച്ചിരുന്ന ജീവികളാണ്. ഇതൊക്കെ ഇന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ ഈ ജോഗ്രഫി, ഭൂമിയുടെ ഭൗമോപരിതലത്തിൽ വരുന്ന മാറ്റങ്ങൾ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കുറെയൊക്കെ നമുക്ക് ഇതുപോലെ അതിന്റെ വ്യാപ്തിയെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നശിച്ചു പോയിട്ടുള്ള ജീവജാലങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള നമ്മൾ അറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനുഷ്യനും ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ, ഡിനോസറിനെ പോലെ തുടച്ചു നീക്കപ്പെടാതെ, വംശനാശം സംഭവിക്കാതെ നമ്മുടെ തലമുറയും ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ എങ്ങനെ ഭൂമിയെ സംരക്ഷിക്കണമെന്ന് പോലും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടിയിട്ട് മാത്രം കാര്യമില്ല, അതിനെക്കുറിച്ച് പ്രാക്ടിക്കലായിട്ട് അതിന്റെ സ്റ്റെപ്പുകൾ എടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴയുടെ സ്വഭാവത്തിന് മാറ്റം വന്നത് ഞാനൊരു 9-10 പഠിക്കുന്ന സമയത്താണ്. എന്നാൽ ഒരു 2018 കംപ്ലീറ്റ് ആയിട്ട് മഴയുടെ സ്വഭാവം മാറുകയും വലിയൊരു വെള്ളപ്പൊക്കം കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാവുകയും ചെയ്തത്. അപ്പൊ അതിനെക്കുറിച്ച് സിനിമകളുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പൊ 2018 തൊട്ട് ഞാൻ അന്ന് അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്നിരിക്കുന്ന സമയമാണ്. തിരിച്ച് എന്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. കാരണം ഞാൻ